ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പ്രൈം ഗെയിമിംഗ്. അപ്പം നമ്മളിന്ന് മൈൻക്രാഫ്റ്റിൻ്റെ തേർഡ് പാർട്ടാണിന്ന്. ഇന്ന് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് വേൾഡിലോട്ട് എത്തിയിട്ട് കാണാൻ. അപ്പോൾ ഗൈസ് നമ്മളിതാ വേൾഡിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്കൊരു ബക്കറ്റ് ഉണ്ടാക്കണം. അയ്യോ ഗൈസ്, നമ്മുടെ 2 അയണും കേട്ടേ ഉള്ളൂ. കുഴപ്പമില്ല, നമുക്ക് മൈനിങ്ങിന് പോവാം. ജസ്റ്റ് ഒന്ന് മൈനിങ്ങിന് പോയിട്ട് അയൺ കിട്ടുമെങ്കിൽ ഇന്ന് നമുക്ക് ഫാം ചെയ്യാം, അല്ലെങ്കിൽ പായം തുറന്നിരിക്കാം. അതേ നടക്കത്തുള്ളൂ. രാത്രിയാണോ? സോംബി ഇറങ്ങുമെന്ന് വെച്ചാൽ ചെറിയ സംശയമുണ്ട്. ഓക്കെ, അടുത്തുള്ള മറ്റേ ഇന്നലെ നമ്മൾ ഫാം ചെയ്ത ഒരു ഏരിയ ഉണ്ടല്ലേ, അവിടെ പോയി ഫാം ചെയ്യാം. ഞാൻ പിന്നെ ഇട്ട 2 മൈൻക്രാഫ്റ്റ് വീഡിയോ, പാർട്ട് 1 പാർട്ട് 2, അത് ഫുൾ സ്ക്രീൻ അല്ല ഗൈസ്. അത് ഞാൻ മനഃപൂർവ്വം ഇടാത്തതല്ല, അത് ഇടുമ്പം അറിയാതെ അങ്ങനെ വരുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കണം ഗൈസ്. ഈ വീഡിയോ ഞാൻ എന്തായാലും ഫുൾ സ്ക്രീൻ ഇടാൻ മാക്സിമം നോക്കാം. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ടൈമിൽ അതങ്ങ് ഓട്ടോമാറ്റിക്കലി ഇതായി പോകുന്നതാണ്. പക്ഷേ ടോർച്ച് എടുത്തിട്ട് വന്നാൽ മതിയായിരുന്നു. ഇവിടെ കുറേ കോപ്പറൊക്കെ ഉള്ളു. പക്ഷെ ഞാൻ പോയി ടോർച്ച് എടുത്തിട്ടേ ഒന്ന് രാവിലെയൊക്കെ ആയിട്ട് കാണാം. ഇപ്പം ഞാൻ ഇവിടെ വന്നിട്ട് കാര്യമില്ല. ആ ടൈം രാവിലെ ടൈമൊക്കെ ആകുമ്പോൾ കാണാം. അങ്ങനെ ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രാവിലെ ടോർച്ച് എടുത്തിട്ട് പോകും. 63 ടോർച്ചുകൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് തടിയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മൊച്ച കിടപ്പുണ്ട്. മൊച്ച ഇവിടെ നിന്ന് തിരിച്ചു വരാനാണ് പാടി. എനിക്ക് സ്ഥലം മറന്നു പോകും പെട്ടെന്ന്. അതുകൊണ്ട് എക്സ്പ്ലോർ ചെയ്യുമ്പം എനിക്ക് ഭയങ്കര പാടാണ് എക്സ്പ്ലോർ ചെയ്യാനെന്ന് പറഞ്ഞാൽ. എന്നെ സംഭവിച്ചു. അതാടൊക്കെ ചട്ടിയും കഴിയും. ഞാൻ കഴിഞ്ഞടി പിന്നെ ആർമർ ഉണ്ടാക്കിയായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കണ്ടിട്ടോ. ഫുൾ സ്ക്രീൻ ഇടാം, അതിൻ്റെ ചെറിയൊരു ബുദ്ധിമുട്ട് കാണും. ഇനിയുള്ള വീഡിയോസ് ഫുൾ സ്ക്രീൻ ഇടാം പ്ലീസ്. തേങ്ങാക്കൊല ഇത് അതിൻ്റെ മണ്ടയിൽ എനിക്ക് കോപ്പറൊക്കെ. എൻ്റെ താഴെ അയണം എവിടെ നിന്നാണ് കിട്ടിയത് കഴിഞ്ഞ പ്രാവശ്യം. ഇവിടെ കുറച്ച് മൈൻ ചെയ്തിട്ട് കാണാമേ. ഇത്രയും മൈൻ ചെയ്തിട്ടും നമുക്ക് പ്രത്യേകിച്ചൊന്നും കിട്ടില്ല. അയൺ ഒരെണ്ണം പോലും കിട്ടിയിട്ടില്ല. നമുക്കിനിയിപ്പം വീട്ടിൽ പോയി ഒന്ന് കുറച്ച് 2-3 പിക്കാക്സ് എടുത്തുകൊണ്ട് വരാം. ഉണ്ടാക്കിയിട്ട് ഇവിടെ വന്നിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിതാ ഒരു 6 പിക്കാക്സും കൊണ്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ, അപ്പോൾ ടോർച്ച് എടുക്കാൻ പറഞ്ഞു. എന്തൊക്കെ മണ്ടത്തരങ്ങളാണ്. ടോർച്ചും കൂടെ എടുത്തിട്ട് വരാം. അപ്പോൾ ഗൈസ് നമ്മൾ ടോർച്ചും കൂടെ എടുത്തിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് മൈനിങ് ചെയ്യുവാണ്. എന്തെങ്കിലും കണ്ടിട്ട് കാണാം. നമ്മുടെ ഒരു പിക്കാക്സ് പൊട്ടി. അതിങ്ങനെ തുറന്നു വന്നപ്പോഴാണ് ഇതിൻ്റെ പേരെന്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇത് പി വെച്ച് തുടങ്ങുന്ന ഐറ്റാണ്. ഈ സാധനം കിട്ടിയിട്ടുണ്ട്. നമുക്ക് പൊട്ടിക്കാം. ഒരെണ്ണം കിട്ടി, 2 കിട്ടി. 2 നിരന്ന് കിടക്കുക. ഇതും കളക്ട് ചെയ്യാം. ഇതുപോലെ ലെജൻഡറി ഐറ്റം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിഞ്ഞൂടാ. എനിക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എന്തായാലും ഞാൻ അവിടെ സേവ് ചെയ്ത് വെക്കത്തേ ഉള്ളൂ. നീയും അങ്ങോട്ട് തുറന്നു പോവാം. നമുക്ക് എവിടെ ഇനി വേറെ എന്തെങ്കിലും കിട്ടുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇവിടം വരെ വന്നപ്പോൾ നമുക്ക് ഇവിടെ ഒരു കോഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അവിടെ വെച്ചൊരു കോപ്പറും കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെയാണ് കിട്ടുന്നത് നമുക്ക് ഗൈസ്. ഇനിയും കുഴിക്കണം കുറേ. ഈ പിക്കാക്സ് ഇത്രയും പൊട്ടുന്നത് വരെ കുഴിക്കും. കിട്ടിയില്ലെങ്കിൽ ഈ മൈനിങ് വീഡിയോ ആയിട്ട് ഞാൻ നിർത്തും. അല്ലെങ്കിൽ ഒരു അയൺ കിട്ടും. ഒരു അയണിന് മതി ഗൈസ്. നമ്മുടെ 2 അയണോടെ ഉണ്ടല്ലോ. ഒരയൺ കിട്ടുവാണെങ്കിൽ നമുക്ക് ഫാം വീട്ടിലെ ഫ്രണ്ടിൽ വയ്ക്കാം ഗൈസ്. ഇനിയിപ്പം വീണ്ടും ഞാൻ മൈൻ ചെയ്യാം.
ഗൈസ് നമുക്ക് നേരെ കുഴിച്ചിട്ട് ഇത്രയും നേരമായിട്ട് ഞാൻ ഇങ്ങനെ സ്ട്രൈറ്റ് കുഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സ്ട്രൈറ്റ് കുഴിച്ചിട്ടൊന്നും കിട്ടാത്തതുകൊണ്ട് ഇനിയിപ്പോൾ അടിയിലോട്ട് നമുക്ക് കുഴിക്കാം ഗൈസ്. ഇപ്പം എന്താണ്ടേ കാണിച്ചു തരാം. ഇനി ഇവിടെ ഒരു ടോർച്ച് കിട്ടും വെട്ടത്തിന് വേണ്ടി. അവിടെ ഇതുണ്ടാക്കിയത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി. നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ കണ്ടാലോ, യൂട്യൂബ് ചാനലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മൈൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഒരു സ്റ്റെപ്പ് മാതിരിയായില്ലേ, ഇതേപോലെ സ്റ്റെപ്പ് മാതിരി നമുക്ക് താഴോട്ട് കുഴിക്കാം. ഈ പിക്കാക്സ് തീരുന്നവരെ ഇങ്ങനെ തന്നെ കുഴിക്കാം ഗൈസ്. ഇതോടെ പൊട്ടും. ഓക്കെ, ഇനിയിപ്പോൾ താഴോട്ട് കുഴിക്കുമ്പോൾ എന്തെങ്കിലും കാണുവാണെങ്കിൽ കാണിക്കാം ഗൈസ്. ഇങ്ങനെ കുഴിച്ച് വന്നപ്പോഴാണെങ്കിൽ ഇതോ ഇവിടെ മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതുപോലെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് വെട്ടം കാണും. എനിക്ക് തോന്നേ കുഴിച്ച് നമ്മൾ നേരെ മേളോട്ട് കയറിപ്പോയോ, അല്ല വെട്ടം അടിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് പോയി നോക്കാം ഗൈസ്. ഇനി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യമാതാനത്തെ വിടാൻ പറ്റത്തില്ല എനിക്ക്. അത് പോരട്ടെ. അത് കിട്ടിയിട്ടുണ്ട്. ഇതില്ലേ ഇവിടെയും കൂടെ ഒന്ന് സ്റ്റെപ്പ് ആക്കട്ടെ. എന്തുവാന്നൊന്ന് പോയി നോക്കിയിട്ട് വരാമേ. വെട്ടാണ്. അല്ലാതെ ലാവയാ, ലാവ. ഇതങ്ങ് അടച്ചേക്കാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ പണിയാവും. ജസ്റ്റ് എൻ്റെ പള്ളി വെട്ടാൻ പോയി. ഇവിടെയൊക്കെ പുല്ലുണ്ട്, അപ്പോൾ ഈ പുല്ലുകൊണ്ട് വീട് ഡെക്കറേറ്റ് ചെയ്യാം. നമുക്ക് ഒരു ദിവസം വീട് ഡെക്കറേറ്റിങ്ങിൻ്റെ ഒരു പാർട്ട് നമുക്കിടാം. അല്ല, വീട് പണിയുന്നതിൻ്റെ ആയം കിട്ടി സായം കിട്ടി. നല്ല കാര്യം, നല്ല ലക്കുണ്ട് കേട്ടാ. വീണ്ടും ആയണോ? ഇവിടെ മൊത്തം ആയാണ്. കുറച്ച് അയണിങ് താ, ഞാൻ ആർമറും കൂടെ ഉണ്ടാകട്ടെ. ആർമറില്ല, വെപ്പൻസ്. ഓന്നോ, അതും പൊട്ടി. എന്തായാലും ഇവിടെ നായം കിട്ടിയതല്ലേ, ഇവിടെ ഒരു ടോർച്ച് ഇരിക്കട്ടെ. ഇതെന്തുവാ? ഇത് കൈ കിടത്തില്ലേ? അല്ലെങ്കിൽ കയറും. ഇതൊക്കെ വന്നെടുക്കാം, പിന്നെ ഒരു ദിവസം വന്നെടുക്കാം. ഇപ്പം അയണാണ് നമ്മുടെ അജണ്ട, ലക്ഷ്യം. എൻ്റെ മുന്നേ ഇത് ഒരുപാട് അയണുണ്ടാ. ശരിക്കും അയൺ കിട്ടിയാൽ കൊള്ളായിരുന്നു. ഇവിടെ മൊത്തം അയണാണോ? 12 അയൺ, 13, 14 ഇങ്ങനെ അയൺ. പോരട്ടെ. സോംബിയുടെ സൗണ്ട് കേട്ടോ ഒരു ഡൗട്ട്. ഞാൻ മാത്രമേ കേട്ടുള്ളൂ. ഓക്കെ, അയൺ മൊത്തം തീർന്ന്. ഇനിയിപ്പോൾ അങ്ങോട്ടൊന്ന് പോയി നോക്കണോ? വേണ്ടയോ? ഇനി ഇപ്പോൾ പിന്നൊരു ദിവസം ഇവിടെ വരാം. ഇനിയിപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഫാം പണിയാം നമുക്ക്. മാറും. ഇനി വീടെത്തിയിട്ട് കാണാം. നമ്മൾ വീടെത്തിയിട്ടുണ്ട്. നമുക്ക് എത്ര ഐറ്റങ്ങൾ കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ആണ്ടെ ഈ 16 അയണും ഈ ബ്ലാക്ക് എന്തോ ഐറ്റം. ഇത് ഇത്രയും ഇപ്പം നിങ്ങൾ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഇത്രയും ഐറ്റങ്ങളാണ് കിട്ടിയത്. പിന്നെ ഈ പിക്കാക്സും ഈ ഫുഡും ഇതൊക്കെ ഞാൻ കൊണ്ടുപോയതാണ്. പെട്ടെന്ന് ഇത് ഇങ്ങോട്ടാക്കാം, എന്നിട്ട് എല്ലാം പെട്ടെന്ന് അങ്ങ് ചെയ്യാം. ഫുഡ് അതിൻ്റെ തിരിപ്പുണ്ട്. പിന്നെ പുതിയതായിട്ട് കിട്ടിയ ലാപ്പിസ്
ലാപ്പിസ് പോരട്ട്, അത് പോരട്ട്, ആ കോഡ് പോരട്ട്, എന്താ കല്ല് പോരട്ട്, ഇതൊക്കെ ഇങ്ങ് പോരട്ടെ. ഇതൊക്കെ ആവശ്യമുള്ള മുതലുകളാണ്. അതവിടെ പോട്ട്, ഇതിവിടെ പോട്ട്, ഇതിവിടെ പോട്ട്. നമ്മുടെ ഐറ്റങ്ങളെല്ലാം അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ട്. ഇതെല്ലാം അതിൻ്റെ അകത്ത് പോട്ട്. അല്ല ഇതുവാ ഇനിയിപ്പം നമുക്ക് 1 കിലോ അല്ല തടിയും കയറ ഇതും വേണ്ട. പോടാ അല്ല അയൺ ഇങ്ങോട്ടും വേണമല്ലേ? അതിങ്ങ ഇതിൽ നിന്നൊരു അയൺ ഇങ്ങോട്ട് ബക്കറ്റ് ഉണ്ടാക്കിയെടുക്കാം. ബക്കറ്റ് ഇവിടെ അല്ല, വേണ്ടി പോവാം. ഒരു ബക്കറ്റ് കിട്ടി. പിന്നെ ഒരു ഷവലാണോ മറ്റേ ഐറ്റം, മറ്റേ ചെത്തുന്നായിട്ട് അല്ല ഇവിടെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എല്ലാം ഒരുവിധം എല്ലാ ഐറ്റങ്ങളും കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ള ഐറ്റങ്ങളെല്ലാം ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിടാം. അയ്യോ ഗൈസ്, ഫാം പണിയാനായിട്ട് എന്തോ ആവട്ടെ എല്ലാം പോകാം. ഞാൻ എന്തെങ്കിലും കാണിക്കാൻ പോണ്. ഡേറ്റ് കൊണ്ട് വെള്ളത്തിൽ കൊണ്ട് വെച്ചാൽ മതിയാ ഗൈസ്. അല്ലെങ്കിൽ ഫാം പണി നമുക്ക് ഫാമിൻ്റെ പണി അത് സെക്കൻഡ് പാർട്ട് ചെയ്യാം. ഇനിയിപ്പം എൻ്റെ കയ്യിൽ മെയിനായിട്ടുള്ള ആവശ്യം ഐറ്റങ്ങളൊന്നുമില്ല. അത് അടുത്ത എപ്പിസോഡ് നമുക്ക് ചെയ്യാം. ഫാം അടുത്ത എപ്പിസോഡ് ചെയ്യാം. ഗൈസ്, വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.